ശ്രീ ബൈജു കൊട്ടാരക്കര കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ ബൈജു കൊട്ടാരക്കര, ആരോപണ വിധേയർ ഈ അമ്മ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കണമെന്ന് വാദമുയർത്തുന്നവർ ആ സംഘടനയ്ക്കത്തുണ്ട്. അതേസമയം അവർ തുടരണമെന്നുള്ളവരുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ അമ്മയെ പോലെ 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള സുപ്രധാനമായ ഇടപെടൽ നടത്ത മാതൃകയായ ഒരു സംഘടന ഇത്തവണ ഈ നിലപാടെടുക്കണോ, ആരോപണ വിധേയർ മാറി നിൽക്കണോ? അങ്ങനെയെങ്കിൽ മികച്ച സംഘടനാ രംഗത്ത് നല്ല പരിചയമുള്ള ചിലരൊക്കെ മാറി നിൽക്കേണ്ടി വരും. തീർച്ചയായിട്ടും സൈഡ്, അതായത് ഇതിനകത്ത് ഈ TP മാധവൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും അതേപോലെ തന്നെ ഇന്നസെന്റ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും മോഹൻലാൽ ആയിരുന്നപ്പോഴും എല്ലാം വളരെ നന്നായി പോയിക്കൊണ്ടിരുന്ന ഒരു സംഘടനയാണ് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന. ഈ അമ്മ എന്ന് പറയുന്ന സംഘടന ഞാനിപ്പോഴും AMMA എന്നാണ് വിളിക്കാറുള്ളത്. AMMA എന്ന് വിളിക്കാനാണ് ഇപ്പോഴും ഇഷ്ടം. കാരണം ഈ AMMAയുമായി ബന്ധപ്പെട്ട് അതിലെ അംഗങ്ങൾ, അതിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരെ പോലും നിരവധി പരാതികൾ വന്നിട്ട് ഈ പരാതികളിൽ ഒരു അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ ആ പരാതികളിൽ അതിനകത്ത് ഉൾപ്പെട്ട ആളുകളെ അതിൽ നിന്നും മാറ്റി നിർത്താനോ ഒന്നും ഈ AMMA അന്ന് ഒരു താല്പര്യവും കാണിച്ചിട്ടില്ല. ഒരു നടി ആക്രമിക്കപ്പെട്ട കേസിൽ പോലും അയാളെ അവിടുന്ന് മാറ്റി നിർത്താൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്. അതിലെ പ്രതിയായി 8ാം പ്രതിയായി വന്ന ദിലീപിനെ. അങ്ങനെ ഇവര് കാണിക്കുന്ന കുറെ സംഘടനയാകുമ്പോൾ അതിനകത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും, ആൾക്കാരെ സംരക്ഷിക്കേണ്ടതുണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഇലക്ഷനിൽ വന്നിരിക്കുന്ന സത്യം പറഞ്ഞാൽ ജനാധിപത്യപരമായ ഒരു ഇലക്ഷൻ തന്നെയാണ് അമ്മയിൽ വേണ്ടത്. എന്റെ അഭിപ്രായത്തിൽ അതിനകത്ത് ഇപ്പൊ ഈ നോമിനേഷൻ കൊടുത്തിരിക്കുന്ന പ്രസിഡന്റ് ആവാൻ യോഗ്യതയുള്ള രണ്ട് പേരാണ്. ഒന്ന് ജഗദീഷും പിന്നെ ദേവനുമാണ്. ആ ജഗദീഷ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് ജഗദീഷ് തന്നെയാണെന്ന് ഞാൻ എവിടെയെങ്കിലും പറയാം. കാരണം ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരു വ്യക്തി, വർഷങ്ങളുടെ പ്രവർത്തന പരിചയവും പാരമ്പര്യവും സംഘടന പാരമ്പര്യം പോലും ഉള്ള ഒരാളാണ് ശ്രീ ജഗദീഷ്. ആ ജഗദീഷിനെ ഒക്കെ അമ്മയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്നാൽ ഈ പറയുന്ന AMMAയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഒരു ഗുണകരമായിരിക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആരോപണ വിധേയരായ ആളുകളെ തീർച്ചയായും AMMAയിൽ നിന്ന് മാറ്റി നിർത്തണം. ഇല്ലെങ്കിൽ ഇത് ജഗദീഷ് അല്ല, മമ്മൂട്ടി അല്ല, മോഹൻലാൽ അല്ല, ആരിനി അതിനകത്ത് പ്രസിഡന്റായിട്ട് വന്നാലും ശരി ഈ ആരോപണങ്ങൾ ഇങ്ങനെ കാലാകാലങ്ങളോളം നിൽക്കും. കാരണം നമുക്കിപ്പോ സോഷ്യൽ മീഡിയ തുറന്ന ട്രോളുകൾ തന്നെ കാണാം. ജഗദീഷിന് അനുകൂലമായിട്ട് ആരോ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട്. കാരണം ജഗദീഷ് പ്രസിഡന്റ് ആവണ്ട, കാരണം ബലാത്സംഗ കേസുകളൊന്നും അദ്ദേഹത്തിന്റെ പേരിലില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ കേസുകളില്ലാത്ത ഒരാൾ എന്ന് പറയുമ്പോൾ കേസുകളില്ലാത്ത ഒരുപാട് പേരാണ് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ കഴിവും പ്രാപ്തിയും പരിചയവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ജഗദീഷാണ് ആക്ച്വലി എന്റെ അഭിപ്രായത്തിൽ, എന്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ, സംഘടനയുടെ അഭിപ്രായമൊന്നുമല്ല, അഭിപ്രായത്തിൽ ജഗദീഷാണ് പ്രസിഡന്റ് ആവാനായിട്ട് യോഗ്യത. അതേപോലെ തന്നെ നല്ലൊരു ചെറുപ്പക്കാർ പുതിയ ആൾക്കാർ വരട്ടെ, വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആരോപണ വിധേയരായ ആളുകളെ അതിൽ നിന്ന് മാറ്റി നിർത്തണം. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ സംസ്ഥാന സർക്കാർ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ എടുത്ത് കളഞ്ഞില്ലേ? എന്തിനായിരുന്നു 1,35,00,000 രൂപ മുടക്കിയിട്ട് ഒരു ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയത്? ആ കമ്മിറ്റി റിപ്പോർട്ട് 5 വർഷം പൂഴ്ത്തി വെച്ചില്ലേ? സിനിമയിലെ പ്രമുഖമാരായ ചില ആളുകളുടെ പേര് അതിൽ വന്നപ്പോ അത് അവർക്ക് പുറത്തു പറയേണ്ടി വന്നപ്പോ ചില സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ അതിനകത്ത് പ്രതികളായി വരും എന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചത്. പക്ഷെ അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും സഹിച്ചത്. ആ പേരുകളൊക്കെ പുറത്തു വരാതിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് ഈ ആരോപണ വിധേയരായ ആളുകളെ അമ്മയുടെ ഇലക്ഷനിൽ നിന്നും മാറ്റി നിർത്തണം. അത് AMMAയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, ഒന്ന് തുടരുക. സജി നന്ദിയാട്ട് കൂടിയുണ്ട്. സജി നന്ദിയാട്ട്, ഒരു സംഘടന അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സംഘടനാ നേതൃപാടവത്ത് പ്രവർത്തന പരിചയമുള്ളവർ വേണം, സംഘടനാ ശേഷിയുള്ളവർ വേണം, തർക്കമില്ല. പക്ഷേ അമ്മ എന്ന സംഘടന ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെയുള്ള സുപ്രധാനമായ കാര്യങ്ങളുടെ ഒരു അനുഭവമുള്ളതാണ്. അതായത് അത്തരം പരാതികൾ വന്നാൽ അതിനെ എങ്ങനെ ഒരു സംഘടന കൈകാര്യം ചെയ്യണമെന്ന ഗുരുതരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് നടപടിയെടുക്കേണ്ട ഒരു നേതൃത്വമാണ് അവിടെ വരേണ്ടത്. അപ്പോൾ ആരെങ്കിലും അമ്മയുടെ സംഘടനാ നേതൃത്വത്തിലേക്ക് വന്നാൽ മതിയോ? സംഘടനാ നേതൃപാഠവും മാത്രം അവിടെ ഒരു അളവുകോലാക്കിയാൽ മതിയോ? മറിച്ച് അവരുടെ മുൻകാല പ്രവർത്തനങ്ങൾ, അവർക്കെതിരായ ആരോപണമില്ല, ഇങ്ങനെ കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതല്ലേ? ഞാൻ നമ്മൾ അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവകാശങ്ങളോ അതല്ലെങ്കിൽ അത് ഇങ്ങനെ വേണം അത് അങ്ങനെ വേണമെന്ന് പറയാൻ നമുക്ക് എന്താണ് അവകാശം? ഇത് നമുക്കാർക്കും വോട്ടിംഗ് റൈറ്റ് ഉള്ള ഒരു സംഘടനയല്ല. ആ സംഘടനയിൽ ആര് മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് ആ മെമ്പർമാരുടെ മാത്രം അധികാരമല്ലേ? നമ്മൾ എന്തിനാണ് അതിലേക്ക് കടന്നു കയറുന്നത്? ആരോപണ വിധേയർ മത്സരിക്കുമോ മത്സരിക്കാതിരിക്കുമോ? മത്സരിച്ചാൽ വോട്ട് ചെയ്യണോ വേണ്ടോ തീരുമാനിക്കുന്ന അവിടുത്തെ മെമ്പർമാരല്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണചക്രം ഇരിക്കുന്ന കാര്യമല്ല. ഇതൊരു സ്വകാര്യ സംഘടനയാണ്. ആ സംഘടനയിൽ ആര് മത്സരിക്കണം? എല്ലാവർക്കും മത്സരിക്കാൻ അവകാശമുണ്ട്. 590 രൂപ സബ്സ്ക്രിപ്ഷൻ ഫീസ് കൊടുക്കുന്ന ഏതൊരു വ്യക്തിക്കും എല്ലാ എലിജിബിലിറ്റീസും ഉണ്ട്.
അത് അവിടെ കയറി താങ്കൾ അഭിപ്രായം താങ്കൾ പറയുന്നത് അല്ലല്ല. സാങ്കേതികമായ കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ അമ്മ എന്ന താരസംഘടനയെ ഏറ്റവും ഉചിതമായി ഏറ്റവും പുറമേ നിന്ന് ഏറ്റവും ഗൗരവത്തിൽ വീക്ഷിക്കുന്നവരാണല്ലോ പൊതുസമൂഹം. പ്രത്യേകിച്ച് അത് താരങ്ങളുടെ സംഘടനയാണ്. അതിനുമപ്പുറം അവർക്ക് പൊതുസമൂഹത്തിൽ ചില ഇടപെടലുകളുമുണ്ട്. കാരണം അവരുടെ വാക്കുകൾക്കൊക്കെ ആ പ്രസക്തിയുമുണ്ട്. ഇത് പറയേണ്ടി വരുന്നത് മുമ്പ് ഇതിൻ്റെ അംഗങ്ങൾക്കെതിരെ വലിയ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ ആ സംഘടനയ്ക്ക് കഴിയാതെ പോയിട്ടുണ്ട്. അവർ ആശയക്കുഴപ്പത്തിലായിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങൾ ഇനിയും ഉണ്ടാവും. അതുകൊണ്ട് കൂടിയാണ് ആ സംഘടനയുടെ ഭാരവാഹികൾ പുതിയതായി ആര് വരുന്നു എന്നത് നമുക്ക് പുറമേ നിന്ന് ഗൗരവത്തോടെ കാണേണ്ടി വരിക. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് അമ്മ എന്ന സംഘടനയിൽ ആര് അധികാരത്തിൽ വന്നാലും അത് നമ്മുടെ കേരളീയ ജനത എങ്ങനെയാണ് ബാധിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിക്കട്ടെ, അവരുടെ സ്വകാര്യ സംഘടനയിൽ ആര് പ്രസിഡന്റ് ആണോ വൈസ് പ്രസിഡന്റ് ആണോ തീരുമാനിക്കുന്നത് അവരുടെ അംഗങ്ങളാണ്. മത്സരിക്കാനുള്ള യോഗ്യത എല്ലാവർക്കുമുണ്ട്. മത്സരിക്കുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ച അവകാശം അവിടുത്തെ മെമ്പർമാർക്കാണ്. ജനാധിപത്യത്തിൽ ഭൂരിപക്ഷമുള്ളവർ വിജയിക്കും. എന്റെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, നമ്മൾ ഇന്നയാൾ മത്സരിക്കണം ഇന്നയാൾ മത്സരിക്കരുത് എന്ന് പറയാനുള്ള അവകാശം നമുക്ക് ആരാണ് നൽകിയത്? നമ്മൾ അതിൽ അംഗമാണോ? അതുകൊണ്ട് പൊതുസമൂഹത്തോട് അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. ഒരു സാങ്കേതികമായി നിങ്ങൾ പറഞ്ഞ വാദം ഞാൻ തിരിച്ചു പറഞ്ഞാൽ പൊതുസമൂഹത്തോട് അക്കൗണ്ടബിലിറ്റി എങ്ങനെയാണ് വരുന്നത്? അവരെ കുറിച്ച് നമുക്ക് ചില നല്ല ധാരണകളുള്ളവർ സിനിമയിൽ അഭിനയിച്ചാൽ ആ പൊതുസമൂഹം അവരുടെ സിനിമ കാണും, അല്ലാത്തവരുടെ സിനിമ കാണില്ല. ഇതായിരിക്കുമല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ അമ്മയിൽ ആര് തിരഞ്ഞെടുക്കപ്പെട്ടാലും അത് മെമ്പേഴ്സിന്റെ മാത്രം ഭൂരിപക്ഷം വരുന്ന മെമ്പർമാര് ആർക്ക് വോട്ട് ചെയ്യുന്നു അവർ വിജയിക്കും. അതുകൊണ്ട് ഇതിൽ അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഈ ചർച്ച വന്നത്. കാരണം അവരുടെ സ്വകാര്യ സംഘടനയല്ലേത്. ആ സംഘടനയിലെ അംഗങ്ങളാ തീരുമാനിക്കുന്നത് ഇന്നയാള് പ്രസിഡന്റ് ആകട്ടെ. അപ്പൊ മത്സരിക്കാൻ അവിടെയുള്ള മുഴുവൻ അംഗങ്ങൾക്ക് അധികാരമില്ലേ, അവകാശമില്ലേ? നിങ്ങൾക്ക് പറയാം ഇല്ലെന്ന് പറയാമോ? അപ്പം അവർ മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അവർ വിജയിക്കുകയോ വിജയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ മറിച്ച് ഇതിലൊരു അഭിപ്രായം പ്രകടനം നടത്തുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അനുചിതമായിരിക്കും എന്ന് എൻ്റെ അഭിപ്രായം. താങ്കൾ ദയവായി തുടരുക. ബൈജു കൊട്ടാരക്കര, അത് അനുചിതമാകുമോ? കാരണം നമ്മൾ ആ സംഘടനയെക്കുറിച്ച് ഗൗരവത്തോടെ പുറമേ നിന്ന് കാണുന്നത് അതൊരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ്. ഒരു സംഘടന പ്രവർത്തിക്കുന്നതിൻ്റെ ബൈലോയുടെ അടിസ്ഥാനത്തിലാണ്. ബൈലോയാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. മറ്റു കോടതിയുടെ പോലും ഇടപെടൽ പരിശോധിക്കപ്പെടുമ്പോൾ ബൈലോ തന്നെയാണ് പരിഗണിക്കപ്പെടുക. സ്വാഭാവികമായും ആ ബൈലോ അനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാം. പക്ഷേ അതിൻ്റെ നേതൃത്വത്തിലേക്ക് ആര് വരുന്നു എന്നത് പൊതുസമൂഹം ആശങ്കയോടെ അല്ലെങ്കിൽ ഗൗരവത്തോടെ വീക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇത് തന്നെയാണ് സൈറ്റ് ഞാൻ പറഞ്ഞത്. ഇത് അനുചിതമൊന്നുമല്ല. കാരണം നമ്മളൊരു ഏതൊരു ഇലക്ഷൻ നടന്നാലും അത് രണ്ട് ഭാഗങ്ങൾ കാണും, അല്ലേ? ഇപ്പൊ അസംബ്ലിയിലേക്ക് ഇലക്ഷൻ നടന്നാൽ പോലും രണ്ട് ഭാഗങ്ങളും 3 ഭാഗങ്ങളും ഇടയ്ക്ക് ആൾക്കാരിങ്ങനെ നിൽക്കും. അത് ഒരു കൂട്ടരെ ചീത്ത പറയുന്നതും മറ്റൊരു ആൾക്കാരെ അവഹേളിക്കുന്നതും ഒക്കെ അതിനകത്തുള്ളതാണ്. പക്ഷേ AMM പോലും സംഘടന ഒരു കലാകാരന്മാരുടെ സംഘടനയാണ്. താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങൾ, മലയാളികളായ ആളുകൾ നെഞ്ചിലേറ്റി കൊണ്ട് കിടക്കുന്ന കുറെ താരങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അവരുടെയൊക്കെ പ്രകടനങ്ങളൊക്കെ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ആളുകളാണ് അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അവരുടെ ഈ സംഘടനയിൽ കുറച്ചു കാലങ്ങളായി നടന്നു വരുന്ന ഈ ചില പ്രവണതകൾ, ആ പ്രവണതകൾ എല്ലാവരും ഞാൻ ഈ തുറന്നു പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെതിരെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതിനകത്ത് ഇപ്പൊ എനിക്ക് അതിനകത്ത് അമ്മയ്ക്കകത്ത് ഇലക്ഷൻ അതിനകത്ത് വോട്ടവകാശമൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഏതൊരു പൗരനും ഉണ്ട്. ഇപ്പൊ ഒരു ചുമട്ടുതൊഴിലാളിക്ക് വേണോ? അയാൾക്ക് വേണേ അഭിപ്രായം പറയാം. ഇപ്പൊ അമ്മയുടെ ഇലക്ഷനെ കുറിച്ച് ആര് പ്രസിഡന്റ് ആവണം, അവയാൾ ശരിയല്ല എന്ന് പറയുന്നതിന് എന്താണ് കുഴപ്പം? അത് ആർക്ക് വേണമെങ്കിലും അഭിപ്രായം പറയാം. അത് അനുചിതമൊന്നുമല്ല. ഈ അഭിപ്രായം പറയുന്നതിനകത്താണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഈ ആരോപണ വിധേയരായ ആളുകളെ മാറ്റി നിർത്തി വേണം അവർ ചെയ്യാൻ എന്നുള്ളത് എന്റെ അഭിപ്രായമാണ്. ആരോപണ വിധേയരായിട്ടുള്ളവർ ഒരു കാരണവശാലും ഈ AMM എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തേക്ക് വന്നാൽ ഇനിയും അവർ പഴി കേൾക്കേണ്ടി വരും. ജീവിതകാലം മുഴുവൻ ഈ പഴി കേട്ടുകൊണ്ട് മാത്രം ഇരുന്നാൽ ഈ സംഘടനയ്ക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഇലക്ഷൻ കഴിഞ്ഞ് 4 മാസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും പഴികളുടെ മേളിൽ പഴികളുമായിട്ട് ആളുകളും കലാരംഗത്തുള്ള ആളുകളും പൊതുജനങ്ങളും ഒക്കെ ഇതിനെതിരെ തിരിഞ്ഞാൽ ഇവർക്ക് തലയെ മുണ്ടിട്ടുള്ള വെളിയിറങ്ങി നടക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ തീർച്ചയായും അതിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിന് ആര് പറഞ്ഞാലും എന്റെ അഭിപ്രായത്തിന് മാറ്റമൊന്നുമില്ല. ശരി, സജി നന്ദിയാട്ട്, അത്